സാർ, ഒട്ടും ആത്മാർത്ഥതയില്ലാതെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ അടിയന്തര പ്രമേയത്തെ പൂർണ്ണമായും സാർ ഇതിനെ തള്ളിക്കളയുകയാണ് സാർ ഞങ്ങൾ. സാർ, രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇവർ പറഞ്ഞു. സാർ, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞു എന്നിപ്പോൾ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അംഗം പറഞ്ഞു. സാർ, ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്? സാർ, നിങ്ങൾക്ക് പേടിയല്ലേ സാർ ബി ജെ പിയെ? നിങ്ങൾ പേടിച്ച് മുട്ടിടിക്കുന്നവരല്ലേ സാർ ബി ജെ പിയെ? ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ഇവിടെ ചോദിക്കുകയാണ് സാർ. സാർ, പണ്ട് കോറസ് വേണ്ട, അദ്ദേഹം തന്നെ പറഞ്ഞോളൂ. സാർ, ആശാന്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, പറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റമെതിക്കാനും കൊയ്തിടാനും പറ്റും ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു വിടുമണി ചെയ്യുവാൻ. ഇതായിരുന്നില്ലേ സാർ കേരളത്തിന്റെ ഒരു കാലത്തെ അവസ്ഥ? 1957 നിന്ന് 2025 നവ കേരളത്തിലേക്ക് എത്തുമ്പോൾ സാർ ഈ പ്രതിപക്ഷം കാണുന്നില്ലേ സാർ, 2025 നവംബർ മാസത്തിൽ ഒരു സുപ്രധാനമായൊരു പ്രഖ്യാപനം കേരളം നടത്താൻ പോവുകയാണ് സാർ. സാർ, ലോകത്തിന് തന്നെ മാതൃകയല്ലേ സാർ? ഇവർ പറയും തള്ളാണെന്ന്. കാരണം അങ്ങനെ തള്ളി ശീലിച്ചൊരു കാലം കോൺഗ്രസിന് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പാക്കുന്നതൊക്കെ തള്ളാണ് എന്ന് നിങ്ങൾ പറയും. ഈ അടിയന്തര പ്രമേയത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഉപനേതാവോടെ സംസാരിച്ചപ്പോൾ പോലും അവിടെ ആരെയും ഞങ്ങൾ കണ്ടില്ല ഇതൊന്നും കേൾക്കാനോ പറയാനോ ഒന്നും. അപ്പം തന്നെ ആത്മാർത്ഥതയില്ലാത്തൊരു അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് സാർ. സാർ, ഈ നവംബർ മാസത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ വലിയൊരു പദ്ധതി എടുത്തിരിക്കുന്നു സാർ. 64,006 കുടുംബങ്ങളെയാണ് സാർ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി അവരെ സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ഏറ്റവും ഹൃദയമുള്ളൊരു പദ്ധതിക്കാണ് സാർ നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സാർ. സാർ, ഇവിടെ ധനപ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ കേന്ദ്രം തരാനുള്ളതിനെ പറ്റി ഇവരാരും പറയാറില്ല സാർ. സാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ വിവിധ ഇനങ്ങളായി കേന്ദ്ര സർക്കാർ വായ്പാ പരിധിയിൽ വെട്ടിക്കുറവുണ്ട് സാർ. സാർ, ഇവർ പറഞ്ഞു ഇവർക്കാണ് കേന്ദ്ര സർക്കാരിനെ ഭയം. ഇവർക്കാണ് കേന്ദ്ര സർക്കാരിനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നത്. 19 പേര് അവിടെ ഉണ്ടല്ലോ, MP-മാരെ വിട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിന് ആവശ്യമായ ന്യായമായ കാര്യങ്ങൾ പോലും, ഇപ്പോൾ എയിംസ് ഒക്കെ ചർച്ചയാണല്ലോ, ന്യായമായ കാര്യങ്ങൾ പോലും കേരളത്തിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരാൻ കഴിയാത്തത്? നിങ്ങൾക്ക് പ്രഗത്ഭരായിട്ടുള്ളവരാണെന്നല്ലേ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത്? സാർ, പബ്ലിക് അക്കൗണ്ട് അക്രൂവൽ ഇനത്തിൽ ഇതുവരെ 37,211 കോടി രൂപ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ് സാർ. കൂടാതെ പ്രത്യേക നിർദ്ദേശം പദ്ധതി വായ്പ എടുത്ത ഇനത്തിൽ 23,144 കോടി രൂപയും ഉൾപ്പെടെ കേരളത്തിന് ഡയറക്റ്റായിട്ട് 60,355 കോടി രൂപയാണ് സാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. സാർ, ഇവർ പറയുന്നുണ്ട്, ഇവർക്ക് അല്പമെങ്കിലും ലജ്ജയുണ്ടോ പറയാനായിട്ട്? കേന്ദ്രത്തിനെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം സമരം ചെയ്യാൻ പോയ സമയം മുഖം തിരിഞ്ഞ് കേരളത്തെ നോക്കി കൊഞ്ഞനം കാട്ടിയവരല്ലേ സാർ ഈ പ്രതിപക്ഷം? എന്നിട്ട് എന്ത് ആത്മാർത്ഥതയാണ് സാർ ഇത്തരം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ? അതുപോലെ ഇവർ പറയുന്നു സാർ ഇതെല്ലാം വ്യാജമാണെന്ന് പറയുന്നു സാർ. ശരിക്കും അവർ പറയും സാർ വ്യാജമാണെന്ന്. കാരണം സാർ, ഇവിടെ ഇത് പഴയ 2016 ഒരു UDF-ന്റെ കാലത്ത് ഒരു പത്രക്കട്ടിംഗ് ആണ് സാർ. സർക്കാർ നൽകുന്നത് വണ്ടിച്ചെക്ക്, അതാണ് സാർ സർക്കാർ നൽകിയത് വണ്ടിച്ചെക്ക്. വാർദ്ധക്യകാല പെൻഷന് പണമില്ല എന്ന് മന്ത്രിമാർ പറയുന്നു സാർ. അത് മനുഷ്യത്വ ഇല്ലായ്മയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു സാർ. UDF-ന്റെ കാലത്ത് സാർ പദ്ധതി ചെലവ് 1/3 മാത്രമാണ് സാർ അന്ന് ചെലവഴിച്ചിരിക്കുന്നത്. ഇന്ന് 111% സാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി ചെലവഴിച്ചിരിക്കുന്നത് സാർ. സാർ, അത് കൂടാതെ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ, 1000 കോടി രൂപ അധികമായി ഇപ്പം ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. റീബിൽഡ് കേരളയ്ക്ക് പ്രത്യേകം പദ്ധതി. നവകേരള സദസ്സിനെതിരെ നിങ്ങൾ എന്തെല്ലാം കോപ്രായങ്ങളാണ് സാർ കാണിച്ചത്? കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലകൾ തോറും വന്നപ്പോൾ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കി നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കുകയാണ്. സാർ, എല്ലാ മണ്ഡലത്തിലുമുണ്ട് സാർ, വരാതിരുന്നവരുടെ മണ്ഡലത്തിലുമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് സാർ കൊടുക്കുന്നത്. ഇതിനെല്ലാം കേന്ദ്രമൊന്നും തന്നിട്ടല്ല കേട്ടോ, കേന്ദ്രം തരുന്നില്ല. എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷേ എന്നും ഉറക്കം നടിച്ച് കണ്ണും പൂട്ടി ഇരിക്കുന്നവരെ ഞങ്ങൾക്ക് ഉണർത്താൻ പറ്റില്ല. പക്ഷേ ജനങ്ങളോട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാർ. സാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി എന്തെല്ലാം ആക്ഷേപമായിരുന്നു, എന്താക്ഷേപമായിരുന്നു നിങ്ങൾക്ക് കിഫ്ബിയെ? ആ കിഫ്ബിയുടെ ആനുകൂല്യം കിട്ടാത്ത ഏതെങ്കിലും ഒരു MLA പ്രതിപക്ഷത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾക്ക് എത്ര കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കുന്നു? വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ ഞങ്ങൾ പോകുമ്പോൾ കാണാറുണ്ട്. 10,000 കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്പെൻഡ് ചെയ്തത്. കോടിക്കണക്കിന് രൂപ എടുത്ത് ഡയറക്റ്റ് സ്പെൻഡ് ചെയ്ത് 10,000. ഈ ടേമിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വന്ന ഈ ടേമിൽ 33,000 കോടി രൂപ ഡയറക്റ്റ് കിഫ്ബിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സാർ. സാർ, ഇതുപോലെ തന്നെ നെല്ല് സംഭരണം
കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷകർക്കിടയിൽ പോയിട്ട് കുത്തിത്തിരിപ്പ് സമരം നടത്തും സാർ. UDF-ഉം BJP-യും ഇല്ലേ, അമ്പലപ്പുഴ അംഗവും കുട്ടനാട് അംഗവും ഒക്കെ ഇവിടെയുണ്ട്. കുത്തിത്തിരിപ്പ് സമരം നടത്തും സാർ. എന്നാൽ ഇവർ പറയുന്നുണ്ടോ സാർ, നെല്ല് സംഭരണത്തിൽ പലിശ സഹിതം തുക സ്റ്റേറ്റ് നൽകുന്നുണ്ട്, നമ്മൾ നൽകുന്നുണ്ട് സാർ. ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് SIB 100 കോടി അഡ്വാൻസ് നൽകി സാർ ഈ കേരളത്തിലെ ഗവൺമെന്റ്. കേന്ദ്രത്തിന്റെ പണം കിട്ടിയിട്ടില്ല സാർ. അതുപോലെ തന്നെ അതേസമയം GST നഷ്ടപരിഹാര തുക പോലും ഇപ്പൊ കൊടുത്തു. ഉപ്പുവെള്ളം കയറിയതിന്റെ കൃഷിനാശത്തിന്റെ സഹായം കൊടുത്തു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി രാവിലെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു സാർ. നമുക്ക് നഷ്ടപരിഹാര തുകയായിട്ട് കിട്ടേണ്ട GST നഷ്ടപരിഹാര തുക പോലും നമ്മൾക്ക് നൽകാൻ കേന്ദ്രം തയ്യാറാവാതെ ശ്വാസം മുട്ടിക്കുമ്പോഴാണ് സാർ ഇത് ചെയ്യുന്നത് സാർ. അതുപോലെ തന്നെ സാർ, അതുപോലെ നെല്ല് സംഭരണത്തിൽ 600 കോടി രൂപ ബജറ്റിൽ വെച്ച് അതിൽ 530 കോടി രൂപയും കൊടുത്തു കഴിഞ്ഞു സാർ നമ്മുടെ ഈ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ്. അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികൾക്കുള്ള ചരക്ക് സേവന നികുതി വേണ്ടെന്ന് വെക്കാൻ പറയുക സാർ. എങ്ങനെയെങ്കിലും ഒരു ചിറ്റമ്മ നയമാണ് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ എങ്ങനെയും ശ്വാസം മുട്ടിക്കുക എന്നുള്ള ചിറ്റമ്മ നയമാണ് സാർ. പറയുകയാണ് നിർമ്മാണ സാമഗ്രികൾക്കുള്ള ചരക്ക് സേവനം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഈ ഒരു വർത്തമാനത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞോ? അതുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് പറയാം. ആ ചരക്ക് സേവന നികുതി നമ്മൾ വേണ്ടാന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ ശരി, വേണ്ട, അതും വേണ്ട. പക്ഷെ എപ്പോഴെങ്കിലും പറഞ്ഞോ മുണ്ടുമുറക്കി കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോട്? എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ധാരാളം വാർത്തകൾ ആ കാലത്ത് ഉണ്ട് സാർ. സാമ്പത്തിക സ്ഥിതി ഗുരുതരാവസ്ഥയിലെന്ന് UDF-ന്റെ കാലത്ത് CAG പറഞ്ഞിരിക്കുകയാണ്. ആ പ്രശ്നമൊന്നും കേരളത്തിലില്ല കേട്ടോ. കേരളത്തിലില്ല എന്ന് പറയണമെങ്കിൽ ചില കണക്കുകൾ സൂചിപ്പിക്കണം സാർ. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഒക്കെ രാവിലെ ഇവിടെ കേൾക്കുന്നത് കണ്ടു. എന്തൊക്കെയോ പൊട്ടിപ്പോകുന്നോ, എന്തൊക്കെയോ ഒന്നും ഇല്ലാതാവില്ല സാർ. കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കാരണം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 9,011 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്തൊരു വലിയ വർധനമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങളൊന്ന് കേൾക്കണം. അംഗങ്ങൾ കുറവാണ് ഇവിടെ. 33,054 കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 42,841 കോടി രൂപയാണ് സാർ കൊടുത്തത്. സാർ KSRTC UDF-ന്റെ കാലത്ത് 1,466 കോടി. ഒന്നാം പിണറായി സർക്കാർ 5,002 കോടി. രണ്ടാം പിണറായി സർക്കാർ 7,730 കോടി സാർ. ഇതുവരെ ജലജീവൻ മിഷൻ അങ്ങനെ ഒരു സാധനം UDF-ന്റെ കാലത്ത് കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് 0. 736 ഒന്നാം പിണറായി സർക്കാർ സാർ. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയല്ലോ. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് നിങ്ങൾ ഓരോ രൂപ പോലും കൊടുത്തിട്ടില്ല സാർ. കണക്ക് പരിശോധിച്ചോളൂ നിങ്ങളുടെ കാലത്ത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാചക തൊഴിലാളികൾക്ക് 251 കോടി, ഇപ്പം 1033 കോടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പ്രീ പ്രൈമറി അധ്യാപികമാർക്ക് നിങ്ങൾ ഓരോ രൂപയും കൊടുത്തിട്ടില്ല നിങ്ങളുടെ കാലത്ത്. ഞങ്ങൾ വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ 51 കോടി, രണ്ടാം പിണറായി സർക്കാർ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് 266 കോടി രൂപയാണ് സാർ. ധാരാളം അവാർഡുകൾ നമ്മുടെ കേരളത്തിന് കിട്ടുകയാണ് സാർ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിയാണ്, സമയപരിമിതി. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി ജനങ്ങളെ ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കാണിക്കാൻ ധൈര്യമുള്ള ഒരു ഗവൺമെൻറ്റാണ് സാർ കേരളത്തിലെ. ആ ധൈര്യമുള്ള ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ തന്ത്രമൊന്നും ഈ കേരളത്തിൽ വിലപ്പോവില്ല സാർ. കാരണം ഇത് നവകേരളമാണ് സാർ. നവകേരളത്തിലേക്ക് നടന്നെടുക്കുകയാണ് സാർ. സത്യം മാത്രമാണ് സാർ പറയുന്നത്. വ്യാജ പ്രസ്താവനകളും വ്യാജ കാർഡുമായി മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് സാർ നിങ്ങൾക്കിത് മനസ്സിലാവാത്തത്. ഒരിക്കൽ കൂടി ഈ അടിയന്തര പ്രമേയത്തെ എതിർക്കുന്നു സാർ.